ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഓൺലൈൻ അക്കൗണ്ടിങ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരു ക്വസ്റ്റ്യനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എക്സ് ലിമിറ്റഡ് ഹാസ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് എ, പി ആൻഡ് സി ആൻഡ് 1 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്. ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ആർ അവൈലബിൾ ഫോർ 1 month of 25 working days of 8 hours each day. All departments work all days with ഫുൾ അറ്റൻഡൻസ്. ഓക്കെ, അപ്പോൾ എക്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ എ, ബി, സി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും എസ് എന്ന് പറഞ്ഞിട്ടുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു മാസത്തെ ആ കമ്പനിയുടെ എക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡീറ്റെയിൽസാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒരു മാസത്തിൽ 25 ദിവസം വർക്കിംഗ് ഡേ ഉണ്ട്. 30-ൽ 25 ദിവസം വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ മേ ബി 5 ദിവസം എന്തായിരിക്കും, ഓഫ് ഡേ ആയിരിക്കും. അതിൽ ഒരു ദിവസം 8 അവറാണ് വർക്കിൻ്റെ അവർ. ഒരു ദിവസം 8 അവറാണ്, അല്ലെങ്കിൽ ഓരോ ദിവസവും 8 അവറാണ് വർക്കിംഗ് അവർ. ആ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ വർക്കേഴ്സും എല്ലാ ദിവസവും അറ്റൻഡൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ക്വസ്റ്റ്യന്. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവിടെ കോളം വരച്ചിട്ടുണ്ട്. എക്സ്പെൻസ്, ടോട്ടൽ എക്സ്പെൻസ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ അതുകൂടെ ഇവിടെ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അലോക്കേഷന് അതിൻ്റെ ബേസും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒന്ന് നോക്കുക. പവർ ആൻഡ് ലൈറ്റ് 1100 ടോട്ടലുണ്ട്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് 240 രൂപ എക്സ്പെൻസ് ഉണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് 200, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക് 300, സിക്ക് 360. ദെൻ സൂപ്പർവൈസർ സാലറി 2000 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എത്രയെന്ന് ഇവിടെ കൊടുത്തിട്ടില്ല, അത് നമുക്ക് പറയാം. റെൻറ്റ് 500 എന്നാണ് ടോട്ടൽ. ഇവിടെ എത്ര കൊടുത്തതെന്ന് പറഞ്ഞിട്ടില്ല. വെൽഫെയർ 600 എന്ന് പറഞ്ഞിട്ടുണ്ട്, എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അതേഴ്സ് 1200 ആണ്. അത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 200, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 200, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ 400, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിയിൽ 400 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സൂപ്പർവൈസർ സാലറിൻ്റെ ബേസ് പറഞ്ഞിട്ടുള്ളത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് 20%, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർവൈസർ സാലറിന് 30%, ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിക്ക് 30%, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിക്ക് 20%. ദെൻ ഫ്ലോർ ഏരിയ ഇൻ സ്ക്വയർ ഫീറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് എസിന് 500, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് 600, ബിക്ക് 800, സിക്ക് 600. ദ നമ്പേഴ്സ് ഓഫ് വർക്കേഴ്സ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 10 ആളുകളുണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 30 ആളുകളുണ്ട്, 30 ആളുകളുണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ 40 ആളുണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സിയിൽ 20 ആളുകളുണ്ട്. ദെൻ സർവീസ് റെൻഡേഡ് ബൈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള റെൻഡറിങ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ, അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ളതാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ 50%, ബിയിൽ 30%, സിയിൽ 20%. കാൽക്കുലേറ്റ് ദ ലേബേഴ്സ് അവേഴ്സ് റേറ്റ് ഫോർ ഈച്ച് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എ, ബി ആൻഡ് സി. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി പറയാം, ജസ്റ്റ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ. എക്സ് എന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കമ്പനിയുടെ എ, ബി, സി എന്ന് പറഞ്ഞ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും എസ് എന്ന് പറഞ്ഞ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ആ കമ്പനിയിലെ ഡീറ്റെയിൽസ്, ഒരു മാസത്തെ ഡീറ്റെയിൽസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു മാസത്തിൽ 25 ദിവസം വർക്കിംഗ് ഡേ ആണ്. അതിൽ 8 അവറാണ് ഓരോ ദിവസവും വർക്ക്. പിന്നെ ഇവിടെ എക്സ്പെൻസുകൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പെൻസിൻ്റെ ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ചില ഐറ്റത്തിന് അലോക്കേഷന് കൊടുത്തിട്ടില്ല. ഇപ്പോൾ സൂപ്പർവൈസർ സാലറി, റെൻറ്റ്, വെൽഫെയറിന് അലോക്കേഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ അതിൻ്റെ ബേസ് എന്താണെന്ന്, അതിൽ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതോടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, എ, ബി, സി എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എംപ്ലോയീസിൻ്റെ ലേബേഴ്സ് അവർ റേറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് നമ്മൾ വീണ്ടും ആൻസർ എന്നുള്ള രീതിയിൽ ഐറ്റം, ബേസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് എന്നുള്ളതും, ടോട്ടൽ എമൗണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ 200 എന്നുള്ള എ ആണ്, ഇവിടെ ബി ആണ്, ഇവിടെ സി ആണത് വിട്ടുപോയതാണ്. നിങ്ങളത് ക്ലിയർ ചെയ്യുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് എ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റാണിത്, ബി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റാണിത്,
സി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റാണ് താഴേക്കുള്ളത്. ഇപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു കോളം കൂടി ആഡ് ചെയ്തിട്ടുള്ള ബേസ് ഓഫ് അപ്രോച്ച്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് വണ്ണ് ഏതാണ്? പവർ ലൈറ്റ് അലോക്കേഷന് ഇവിടെ കൊടുത്തിട്ടുണ്ട് 1100 240 200 300 360 നമ്മുടെ കോഴ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൺഫ്യൂഷനില്ല. രണ്ടാമത്തെ സൂപ്പർവൈസർ സാലറി ഇവിടെ 2000 എന്നാണ്. അപ്പോൾ ഇവിടെ സൂപ്പർവൈസർ സാലറി 2000 കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് എക്കും ബിക്കും സിക്കും എസ്സിനും ഡെലിവേർഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ പറഞ്ഞിട്ട് സൂപ്പർവൈസർ സാലറി എസ്സിന് 20%, എക്ക് 30, ബിക്ക് 30, സിക്ക് 30. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സൂപ്പർവൈസർ സാലറി 2000 2000-ൻ്റെ 20% എസ്സിനും 2000-ൻ്റെ 30% എക്കും 2000-ൻ്റെ 30% ബിക്കും 2000 സിക്ക് 400 എന്നുള്ള രീതി. നെക്സ്റ്റ് റെൻറ്റിൻ്റെ ബേസ് ഇവിടെ കൊടുത്തിട്ടില്ല. 500 നമ്മളിവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഫ്ലോർ ഏരിയ ആണ് റെൻറ്റിൻ്റെ ബേസ് നമുക്കറിയാം. ഫ്ലോർ ഏരിയ 500 600 800 600 എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുക? ആ ബേസിൽ 5:6 80:6 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 500-ൻ്റെ 5:6 എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്താൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 100, എ എന്നവർക്ക് 120, ബിക്ക് 160, സിക്ക് 120 കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് ദെൻ വെൽഫെയറിൻ്റെ പ്രപ്പോർഷനെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ വെൽഫെയറിൻ്റെ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിലാണ് നമുക്ക് വെൽഫെയർ. അപ്പോൾ ബേസ് നമ്പേഴ്സ് ഓഫ് വർക്കേഴ്സാണ് നമുക്കറിയാം. എ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ 30, എസ്സിൽ 10, എയിൽ 30, പിയിൽ 40, സിയിൽ 20 എന്നുള്ള രീതിയിൽ എംപ്ലോയീസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ 600-നെ ഡിവൈഡ് ചെയ്യും. 60, 150, 240, 120 എന്നുള്ള രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. അതേഴ്സ് അലോക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേഴ്സിൻ്റെ അലോക്കേഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 1200-നെ നമ്മളിങ്ങനെ 200 200 400 400 കൊടുത്തിട്ടുണ്ട്. അതേഴ്സിന് 1200 200 200 400 400 എന്നുള്ള രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ നമുക്കിവിടെ 5400 കിട്ടും. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1000 കിട്ടും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ 1300, ബി 1700, സി 1400 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. സർവീസ് റെൻഡേഡ് ബൈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ 1000 കിട്ടിയിട്ടുള്ളത്. ഈ 1000-നെ നമുക്കറിയാം അല്ലേ? നമ്മൾ എ എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 50%, ബിയിലേക്ക് 30%, സിയിലേക്ക് 20% കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ 1000-ൻ്റെ 5:3:2 അല്ലെങ്കിൽ 50:30:20. അപ്പോൾ 1000-ൻ്റെ 50% 500 എ എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. 1000-ൻ്റെ 30% 300 ബി എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. 1000-ൻ്റെ 20% സി എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ടോട്ടൽ എത്രയാണ്. ടോട്ടൽ ഓവർ ഹെഡ് ഇവിടെ ടോട്ടൽ 5400 തന്നെയാണ്. ഇവിടെ നമ്മൾ എന്ത് 1000-ന് 1000 മൈനസ് ആയപ്പോൾ ഇവിടെ 0 ആയി കൊടുത്ത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്നുമില്ല. ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ 1300, 1500, 1800. അതുപോലെ ബിയിൽ 1700, 300, 2000. സിയിൽ 1400, 200, 1600 കിട്ടി. ഓക്കെ, ഇനി നോക്കാം ടോട്ടൽ ലേബേഴ്സ് അവേഴ്സ് ഡ്യൂറിങ് ദ മന്ത് അല്ലേ? നമുക്കറിയാം ടോട്ടൽ ലേബേഴ്സ് അവർ ഡ്യൂറിങ് ദ മന്ത്. അതിൻ്റെ ഒരു ഇക്വേഷന് നമുക്ക് അറിയാം. അപ്പോൾ നോക്കുക 1000 എത്ര കിട്ടുന്നത്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടോട്ടൽ ലേബർ അവർ ഡ്യൂറിങ് ദ മന്ത് അല്ലേ? അതായത് നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര അവറിൽ ഉണ്ടായിട്ടുണ്ട്. ടോട്ടൽ ലേബർ അവർ വർക്ക് ലേബേഴ്സ് വർക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം കാൽക്കുലേഷൻ ഓഫ് ലേബേഴ്സ് അവർ അല്ലേ? ഇക്വേഷനായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് 25 ദിവസമാണ് ഒരു മാസത്തിൽ വർക്ക് ചെയ്യുന്നുള്ളത് അല്ലേ? 25 അവറാണ്
ആ കമ്പനി വർക്ക് ചെയ്യണത് ഒരു 25 ദിവസം ഒരു മാസത്തിൽ. ദെൻ വർക്കിംഗ് അവേഴ്സ് പെർ ഡേ 8 മണിക്കൂറാണ് ഓരോ ദിവസം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് പെർ ഡേ എത്ര ഉണ്ടാവും? 25 × 8 200 അവർ അല്ലേ. അതായത് ഒരു മാസം ടോട്ടൽ ആ കമ്പനിയിൽ 200 അവറായിരിക്കും വർക്കിംഗ് അവേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ലേബർ അവേഴ്സ് എങ്ങനെ ആയിരിക്കും? ലേബർ അവേഴ്സ് ഈസ് ഈക്വൽ ടു വർക്കിംഗ് അവേഴ്സ് ഇൻറ്റു നമ്പേഴ്സ് ഓഫ് വർക്കേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ ഡിപ്പാർട്ട്മെൻറ്റ് എ ബി സി എന്തുണ്ടാവും? 200 അവർ തന്നെ ആയിരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ലേബേഴ്സ് അവേഴ്സ് കിട്ടാൻ എംപ്ലോയീസിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് അല്ലേ, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ്. എയിൽ 30, ബിയിൽ 40, സിയിൽ 20. അപ്പോൾ എയിലാണെങ്കിൽ എന്ത് ചെയ്യുക? ഡിപ്പാർട്ട്മെൻറ്റ് എ 200 അവറാണ് ടോട്ടൽ വർക്കിംഗ് അവർ ഒരു മാസത്തിൽ. അതിനെ 30 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 6000 ലേബർ അവർന്ന് കിട്ടും. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ 40 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 40 ലേബേഴ്സിനെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ 8000 ലേബർ അവർന്ന് കിട്ടും. ഡിപ്പാർട്ട്മെൻറ്റ് സിയിൽ 200 അവറിനെ 20 ലേബർ കൊണ്ട് പിടിച്ചാൽ 4000 ലേബർ അവർന്ന് കിട്ടും. അതിൻ്റെ മീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ ടോട്ടൽ 6000 ലേബർ അവറാണ് ഒരു മാസം ഉണ്ടാകുന്നത്. അത് ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ 8000 ലേബർ അവറാണ് ഒരു മാസം ഉണ്ടാകുന്നത്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് സിയിൽ 4000 ലേബർ അവറാണ് ഒരു മാസം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു ലേബർ അവർ ഈസ് ഈക്വൽ ടു ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ലേബർ. ഇവിടെ കുറച്ചൊന്ന് ഹൈഡ് ആയിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കാം. അപ്പോൾ നമുക്കറിയാം ഓവർ ഹെഡ് എന്ന് പറയുകയാണെങ്കിൽ 1800 ആണ് അല്ലേ ടോട്ടൽ ഓവർ ഹെഡ്. അപ്പോൾ 1800 ഡിവൈഡഡ് ബൈ 6000. അതുപോലെ ബിയിൽ ടോട്ടൽ ഓവർ ഹെഡ് 2000 ആണ്. 2000 ഡിവൈഡഡ് ബൈ 8000. അതുപോലെ ടോട്ടൽ ലേബർ അവർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സി 1600 ഡിവൈഡഡ് ബൈ 4000. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് താഴെ ഇവിടെ നമുക്ക് കിട്ടേണ്ടതാണ് എന്ത്? ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ 0.30 എന്നും അതുപോലെ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ബിയിൽ 0.25 എന്നും ഡിപ്പാർട്ട്മെൻറ്റ് സിയിൽ 0.40 എന്നും കിട്ടും. അതാണ് നമ്മുടെ എന്താണ് കാൽക്കുലേറ്റ് ലേബർ അവർ റേറ്റ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എ ബി സി എന്നുള്ളത്. ഓക്കെ, എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ 0.30 എന്ന് കിട്ടും, ബിയിൽ 0.25 എന്ന് കിട്ടും, സിയിൽ 0.40 എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ ആൻസർ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുക. ഓക്കെ, താങ്ക് യു.